നിക്കടാ നിക്കടാ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറയിലേക്കാണ്. ഒരു ഫോറസ്റ്റ് സഫാരി. നമ്മൾ പോകുന്നത് ചീനിക്കാസ് എന്ന പ്രൈവറ്റ് ബസ്സിലാണ്. ചാലക്കുടിയിൽ നിന്ന് 6:45 ഇത് എടുക്കുന്നത്. ഈ അടുത്താണ് മലക്കപ്പാറയിൽ നിന്നും ഒരു കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയത്. അതുപോലെ തന്നെ 2 ദിവസം മുന്നെയാണ് കരടിയുടെ ആക്രമണം വാൽപ്പാറയിലുണ്ടായത്. ബസ്സിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിവസം പോയാൽ മതി. അതായത് നമുക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് നല്ല കാഴ്ച കാണാം. മറ്റേ ഒഴിവ് ദിവസങ്ങളാകുമ്പോൾ തിരക്ക് വളരെ കൂടും ബസ്സിൽ. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നിർത്തും. അവിടുത്തെ കാഴ്ചയാണിത്. ബാക്ക് സൈഡിലൊക്കെ വെള്ളച്ചാട്ടമാണ്. ഇവിടുന്ന് ചായ കുടിക്കാം നമുക്ക്. പിന്നെ ഇവിടുന്ന് തന്നെയാണ് പേപ്പറൊക്കെ സപ്ലൈ ചെയ്യും കേട്ടോ. കാരണം ബസ്സിൽ തന്നെ പേപ്പറിൽ വെച്ചിട്ട് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഏതെങ്കിലും ഓഫീസിലോ പിന്നെ വീടുകളിലേക്കൊക്കെ ഇവിടുന്ന് ബസ്സിൽ നിന്നാണ് ന്യൂസ് പേപ്പറൊക്കെ സപ്ലൈ ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു അംഗൻവാടി ഉണ്ട് കേട്ടോ. ആകെ 3 കുട്ടികളാണ് തോന്നുന്നുള്ളത്. അംഗൻവാടി ടീച്ചറൊക്കെ ഈ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യൽ. ഇവർക്ക് പലപ്പോഴും ഞാനും ഇങ്ങനെ പെട്ടെന്ന് മുന്നിൽ വന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നോട് അതൊക്കെ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഇവർ പോണ വഴിയിൽ കിട്ടിയ വീഡിയോ ഞാനിതിലിടാം. ഇവിടെ ഏകദേശം 40ഓളം ആദിവാസി കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഈ കണ്ടില്ലേ, ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു താമസ സ്ഥലമാണ്. ഈ ബസ്സിലൂടെ ഈ തിരിവും തിരിഞ്ഞ് വെള്ളച്ചാട്ടം കാണാൻ ഒരു രക്ഷയില്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. അതുപോലെ തന്നെ ബസ്സിന് സമയമുണ്ടെങ്കിൽ നമുക്ക് ഇറക്കിത്തരും, നമുക്ക് കാണാനും അവർ സമ്മതിക്കും. പിന്നെ മുകളിൽ കയറുകയും ചെയ്യാം. നമ്മൾ പെട്ടെന്ന് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ബസ്സിൽ പോകുമ്പോൾ നല്ല സ്പോട്ട് കാണുമെങ്കിൽ ഇവർ നിർത്തിത്തരും കേട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാനും ജസ്റ്റ് കാണാനൊക്കെ. ഷോളയാർ ഡാമിൻ്റെ അടിയിലൂടെയാണ് ഈ പോകുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് പോകും. ഇത് മലക്കപ്പാറ എത്തുമ്പോൾ നമുക്കൊരു ചെറിയ ഹോട്ടൽ കാണാം, ഒരു മുസ്ലിം പള്ളിയോട് ചേർന്നിട്ട്. പള്ളിയൊക്കെ നല്ല രസമായിട്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ താത്താക്ക് സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാർ വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്കുള്ളത് ഉണ്ടാക്കുള്ളൂ. ബിരിയാണി, സാദാ ചോറ്, രാവിലത്തെ ചായക്ക് പുട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാവും. രസം അതല്ല, ഇന്നലെ ഇവിടെ പുലി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ ഇത് എനിക്ക് കാണിച്ചു തന്നു. പള്ളിയുടെ ബാക്ക് സൈഡൊക്കെ ഭയങ്കര രസമാണ്. കാരണം ബാക്ക് സൈഡിലൊക്കെ വെള്ളച്ചാട്ടമാണ്. ഈ ചേട്ടൻ കുറേ കാലമായിട്ട് ഈ റൂട്ട് തന്നെയാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ചേട്ടൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നു. അതായത് ബസ്സിൻ്റെ മുന്നിൽ കബാലി വന്ന് നിൽക്കണത്. വണ്ടി ഡബിൾ ക്ലച്ച് ആട്ടാ. ഭയങ്കര രസമാണ്. പഴയ വണ്ടിയാണ്. നല്ല ആള് പറയണ ആൾക്ക് സുഖമാണ്. വേറെ ആരെങ്കിലും കയറിയാൽ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുടെ ഭയങ്കര ഫേവറേറ്റ് വണ്ടിയാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സ് പോകുന്നുണ്ടായിരുന്നു. ബൈക്ക് റൈഡ് പോകാൻ പറ്റിയ ഒരു ഗംഭീര സ്പോട്ടത്. അങ്ങനെ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ അവിടെ എത്തി. ഇതാണ് വ്യൂ. ഇടയ്ക്ക് കോട പെട്ടെന്ന് വരും, അതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഞാൻ പോയപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇതാ
അത് പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. ചെറു മഴയും കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി മറ്റേ ചോളവും ചെറിയ ബ്രെഡും മുട്ടയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇട ദിവസമാണ് പോയത്, വലിയ തിരക്കോ കാര്യങ്ങളോ അതും ഉണ്ടാവില്ല. ഇവിടുന്ന് നമുക്ക് ചെറുതേനും വൻതേനൊക്കെ കിട്ടും കേട്ടോ, ഈ കാട്ടിൽ നിന്ന് എടുക്കണതൊക്കെ. അതുപോലെ തന്നെ ഡാമിൽ ഈ വെള്ളമില്ലാത്ത സമയത്ത് ആന വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണാം. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത ടൈമിൽ നല്ല രസമുള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണാമായിരുന്നു. വെള്ളമുള്ളപ്പോൾ അത് കാണാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ട്രാക്ടറിൽ തേയില പോകുന്നത്. അങ്ങനെ തൽക്കാലം നമുക്ക് വീഡിയോ അവസാനിക്കാം. വാൽപ്പാറയ്ക്കുള്ളത് അടുത്ത എപ്പിസോഡിൽ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കണ്ടതിന് നന്ദി.